അതിൽ കോൺഗ്രസും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഈ ഫ്രഷ് കട്ട് സമരത്തിലെ സംഘർഷത്തിൽ പോലീസിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. CPM പോലീസ് ന്യായീകരണ തൊഴിലാളികളായി മാറിയതായി DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറഞ്ഞു. കട്ടിപ്പാറയിൽ നടന്നത് പോലീസ് അതിക്രമമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസിനെ പോലും ഇനിയും കണ്ടെത്താൻ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ CPMന്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത് SDP ആണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഈ CPM എന്തിനാണ് പോലീസിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? പോലീസ് അതിക്രമത്തെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലീസ് ന്യായീകരണ തൊഴിലാളികളായി CPM മാറിയതാണ്. ഇന്നലെ അവിടെ നടന്നത് വലിയ പോലീസ് അതിക്രമമല്ലേ? ഇങ്ങനെയാണോ ജനകീയ സമരത്തിന് നേരിടേണ്ടത്? എത്ര ആൾക്ക് പരിക്ക് പറ്റി? കുട്ടികൾക്കും സ്ത്രീകൾക്കും എത്ര ആൾക്കാണ് പരിക്ക് പറ്റിയത്? ആ പോലീസ് അതിക്രമമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം. ആ പോലീസ് അതിക്രമമാണ് അന്വേഷിക്കേണ്ടത്. ഈ പോലീസ് അതിക്രമങ്ങൾ ഈ ജില്ലയിൽ ഇപ്പോൾ നിത്യസംഭവം മാറിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് CPM അതിനെ പ്രതികരിക്കുന്നില്ല? ഇതൊരു ബാലിശമായ പ്രസ്താവനയല്ലേ? അപ്പോൾ ഫ്രഷ് കട്ടിനോടൊപ്പമാണോ CPM? അതറിയേണ്ട കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. കോൺഗ്രസ് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ്. അവിടുത്തെ ജനങ്ങളാണ് സമരം ചെയ്തത്. ആ സമരത്തിനെയാണ് റൂറൽ SP ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അതിക്രൂരമായി നേരിട്ടത്. കോൺഗ്രസ് ഏതായാലും ഒരു ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റ് പ്രതിഷേധ നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? അല്ല, അവിടുത്തെ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും ജില്ലാ കോൺഗ്രസ് കൂടിയാണ്. മാത്രമല്ല, ഞങ്ങളിതിൽ ആവശ്യപ്പെടുന്നത് ഈ പോലീസ് അതിക്രമം അന്വേഷിക്കണം. ഇതൊരു നല്ല രീതിയല്ല. ജനകീയ സമരങ്ങൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ MPക്ക് ഒരു അക്രമം ഉണ്ടായി. ആ അക്രമത്തിൽ ഷാഫി അടിച്ച ആളുകൾ ഇതുവരെ പോലീസ് ആരെന്ന് പറഞ്ഞിട്ടില്ല. AI ടൂൾ ഉപയോഗിച്ച് പിറ്റേ ദിവസം കണ്ടുപിടിക്കുന്ന റൂറൽ SP ഇപ്പോൾ മൗനത്തിലാണ്. അന്നേരം ഞങ്ങൾക്കൊക്കെ എതിരുണ്ടായ ക്രൂരമായ അക്രമമാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ പോലീസ് അതിക്രമമാണ് പ്രതിഷേധിക്കപ്പെടേണ്ടതും അപലപിക്കപ്പെടേണ്ടതും. തീർച്ചയായും പോലീസ് തന്നെയാണ് ഇവിടെ സംഘർഷങ്ങൾക്ക് കാരണമായത്. ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്. കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സലാം, ഈ സംഘർഷത്തിന് ശേഷം ഇപ്പോൾ ഏറ്റവും അധികം ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉയരുന്നത്. അപ്പോൾ SDPIക്കെതിരെയാണ് ഇത്തവണ വിരൽ ചൂണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും മറുവശത്ത് കോൺഗ്രസ് പോലീസിനെതിരെയും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ആ സ്ഥലത്ത് ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുന്നു. കേസ് ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു സംഘർഷാനന്തരം? നോഫൽ ജൽസി, വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുള്ള കരിമ്പലക്കുന്നുള്ള നാട്ടുകാരൊക്കെ തന്നെ നേരിടുന്നത്. ഇവർ 5 വർഷത്തിലധികമായി ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ജനകീയ സമരങ്ങൾ തുടർച്ചയായി നടത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ അവസാനം നടന്ന സമരമാണ് സംഘർഷത്തിലെത്തിയത്. അതേ തുടർന്ന് ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഒളിവിൽ പോകേണ്ട സ്ഥിതിയിലാണുള്ളത്. ഇവർ തന്നെയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇവർ തന്നെയാണ് പോലീസിന്റെ അതിക്രമം നേരിടുന്നതും. അതോടൊപ്പം ഈ പോലീസ് കേസിൽ കൊടുക്കുന്നതും ഇവരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടുകളിലൊന്നും തന്നെ ഈ ആണുങ്ങൾ ഇല്ല, ജോലിക്ക് പോകുന്ന സാധാരണ കുടുംബം നോക്കുന്ന ആളുകളൊന്നും തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സ്ഥിതിയിലാണുള്ളത്. ഇപ്പോൾ നാട്ടുകാർ നമ്മളൊപ്പമുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിന് ശേഷമുള്ള ഈ പ്രശ്നത്തിന് ശേഷമുള്ള സ്ഥിതി വെച്ചാൽ ഇവിടെ സാധമാണ്. ആൾക്കാരൊന്നുമില്ല, പോലീസിനെ പേടിച്ചിട്ടൊക്കെ മാറി നിൽക്കണം. എല്ലാവരും ഇതിൽ കൂടിയാലൊന്നുമല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ കൂടാൻ പോയിട്ടുള്ളൂ. അത് സമരത്തിന് പോയതാണ്, കച്ചറക്കൊന്നും പോയതല്ല. അപ്പോൾ നല്ല രീതിയിൽ പന്തലും കെട്ടി സമരത്തിന് ഒടുങ്ങിയപ്പോൾ ലാസ്റ്റ് പോലീസിൻ്റെ ഭാഗത്ത് തന്നെ എന്തോ പ്രശ്നം കൂടെ ഉണ്ടായപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലെത്തിന്ന്. ഇവിടെ ശൂന്യമായി നിൽക്കുകയാണ്, ആൾക്കാരൊന്നുമില്ല, വീട്ടിൽ മക്കളെയും വെച്ച് കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രിയായ പോലീസ് വന്ന് വീട് മുട്ടുക, ശല്യം ചെയ്യുക. ഇങ്ങനെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അതിനുള്ള എന്താ വെച്ചാൽ നടപടി എടുക്കുക, അത്രേ നമ്മൾ പറയുള്ളൂ. പിന്നെ വീട്ടിലുള്ളതൊക്കെ സുഖമില്ലാത്ത പോലാണ്. ഭർത്താവിന് സുഖമില്ല, മക്കൾക്ക് ശ്വാസമുട്ടുകളൊക്കെ ഉണ്ട് ഇത് പ്രസവട്ട് കാരണം. ആ ത്യാഗം വേറെ അനുഭവിച്ചിന്. അതിൻ്റെ ഓർമ്മ ഇപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നു. അതാണ് നൗഫൽ ജൽസി ഇവിടുത്തെ അവസ്ഥ. ഈ വീടുകളിലൊക്കെ തന്നെ ഈ പോലീസ് അർദ്ധരാത്രിയിലും കയറി വരുന്ന സ്ഥിതിയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പം ഞങ്ങൾ ഇപ്പം ഇന്നത്തെ മെനയാന്ത് 2-3 ദിവസം രീതി എന്ന് പറഞ്ഞാൽ പോലീസ് പ്രശ്നമാണ്. ഇതിന് മുൻപടി ഞങ്ങൾ 5-6 വർഷമായിട്ട് ഈ സംഭവത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുക, സമരമായിട്ടും അല്ലാതായിട്ടും. പിന്നെ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത്, പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത്,
കോടതിക്ക് കൊടുത്ത് ഇതിനൊന്നും ഒരു അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. അന്ന് മന്ത്രിമാര് പറയുന്നത് നോഞ്ഞേറ്റുകാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. അതെ, അത് തെറ്റിദ്ധാരണയാണ്. കാരണം പഴയ സമരത്തിൽ ഒരു പോലീസിന്റെ ഒരു അടി കിട്ടുന്ന നേരത്ത് അതിന് നേരിട്ടതാണ് അവർ. അതാരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഈ സമരപന്തലിൽ ഞങ്ങൾ നല്ല രീതിയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു സലാം, അത് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. അവർ വളരെ നല്ല രീതിയിൽ തന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അതിക്രമത്തെ കുറിച്ചുള്ള പരാതിയാണ് അവർ പറയുന്നത്, അല്ലേ? അതായത് ഇതിലെ SDPI നുഴഞ്ഞു കയറി എന്ന് CPM ആരോപിക്കുമ്പോൾ നാട്ടുകാർ അങ്ങനെ ഒരു ആരോപണം പറയുന്നില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.